കഴിഞ്ഞ 5 സീസൺ പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സീസൺ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് എക്സ്പീരിയൻസ്. കാരണം നോർമലി ഉള്ള എല്ലാ സീസൺസിലും ആദ്യത്തെ ഒരു 2-3 ദിവസമെങ്കിലും കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഡേ തന്നെ അവർ ശരിക്കും കളി തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി തന്നെ മാറ്റി പിടിച്ചിരിക്കുകയാണ്. അത് തന്നെ വലിയൊരു ഡിഫറൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വീട് ആക്ച്വലി രണ്ടായി പിളർന്നു. ഗ്രൂപ്പിസം, സ്ക്രീൻ സ്പേസ് എടുക്കല്, ടാർഗറ്റ് പ്ലേസ്, സ്ട്രാറ്റജിക് പ്ലേസ്, ചില ചീപ്പ് ഷോസ്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലുള്ള കുറെ ആക്ട്സ്, എല്ലാം കൊണ്ടും ആദ്യ ഡേ തന്നെ വീട് ഭയങ്കര ആക്റ്റീവായിരുന്നു. കണ്ടന്റ്സ് ഒരുപാട് ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. സോ ഇത് ബിഗ് ബോസ് സീസൺ 6 സ്പെഷ്യൽ ഷോ 19 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ഓഫ് ബിബി ഹൗസ്. വെൽക്കം ടു എപ്പിസോഡ് 1. തേയിലയ്ക്ക് കടുപ്പം കുറവാണ്, പഞ്ചസാരയ്ക്ക് മധുരം കുറവാണ്, കുക്കിംഗ് ഗ്യാസ് ഇല്ല, അങ്ങനെ ഭയങ്കര പരാതികളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നോർമൽ ആസ് യൂഷ്വൽ ആ ഡേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഡിം എന്ന് പറയുന്ന പോലെ ജാൻമണി വേഴ്സസ് രതീഷ് ഒരു വലിയൊരു അടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ജാൻമണിക്ക് ഭയങ്കരമായിട്ടുള്ള കുറച്ച് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ പുള്ളിക്കാരി അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പറയാനുള്ളത് പറയും, പക്ഷെ മനസ്സിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു തരത്തിലാണ് ഫസ്റ്റ് ഡേയിൽ തന്നിരിക്കുന്ന ഒരു ഇംപ്രഷൻ. അതുകൊണ്ട് ഈ ജാൻമണിക്ക് ഈ ഒരു മലയാളം ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഉള്ളത്. പക്ഷെ രതീഷിനെ സംബന്ധിച്ച് രതീഷ് എന്ന് പറയുന്ന ആള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഈച്ച് ആൻഡ് എവറി ഫ്രെയിമിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റിലാണ് പുള്ളി ഉള്ളത്. അപ്പൊ പുള്ളിയുടെ മെയിൻ ഒരു ആവശ്യം എന്ന് പറയുന്നത് കണ്ടന്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ കണ്ടന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീക്ക് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവരെ ചൊറിഞ്ഞ് ഉള്ളിലുള്ളതൊക്കെ തോണ്ടി പുറത്തെടുക്കും. അതാണ് പുള്ളിയുടെ സ്ട്രാറ്റജി എന്ന് തോന്നുന്നു. ഇതിൽ സത്യത്തിൽ ഈ രതീഷും ജാൻമണിയും തമ്മിലുള്ള റിയൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ജാൻമണിക്ക് സിഗരറ്റ് വേണം. ജാൻമണി രാവിലെ മുതൽ എണീറ്റ് ഇരുന്നിട്ട് സിഗരറ്റ് വേണം, എനിക്ക് സിഗരറ്റ് ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് ആക്ച്വലി ഇതിൽ വലിയൊരു പ്ലേ നടത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് ഒരു വലിയ പണി കൊടുത്തു ജാൻമണിക്ക് സിഗരറ്റ് കൊടുത്തു, പക്ഷെ ലൈറ്റർ കൊടുത്തിട്ടില്ല. ലൈറ്റർ ഇല്ലാതെ സിഗരറ്റ് വെച്ചിട്ട് ജാൻമണി എന്ത് ചെയ്യാനാ? പുള്ളിക്കാരി എന്ത് ചെയ്തു? കിച്ചണിൽ പോയിട്ട് അത് കത്തിച്ചു. സീനായി. പക്ഷെ ഈ സീൻ ആക്ച്വലി രതീഷ് കണ്ടിട്ടില്ല, ബട്ട് റോക്കി ബായ് അത് കണ്ടു. റോക്കി ബായ് അപ്പൊ തന്നെ നിങ്ങളിത് കാണുക എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഈ സംഭവം രതീഷിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. റോക്കി ഇങ്ങനെ കിടന്ന് പറയുന്ന സമയത്ത് രതീഷ് അപ്പോഴേക്കും ആഹാ, ഞാൻ അറിയാതെ എൻ്റെ സാമ്രാജ്യത്തിൽ ഇങ്ങനൊരു കൊടും ക്രൂരതയോ എന്നുള്ളൊരു മൈൻഡിൽ ജാൻമണീനെ തേടിപ്പോയി. ജാൻമണി നിങ്ങൾ ചെയ്തത് തെറ്റ് എന്നും പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒബ്വിയസ്ലി രതീഷിന് വോളിയം കുറവാണല്ലോ, അതുകൊണ്ട് എല്ലാവരും അവിടെ അപ്പത്തേക്കും പെട്ടെന്ന് വന്നു. എന്താ ഇപ്പം ഉണ്ടായേ എന്നുള്ളൊരു മൈൻഡിൽ എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോഴും രതീഷ് പറയുന്നത് 19 പേരുടെ ജീവിതം, അവരുടെ കുടുംബം, കുട്ടികൾ എല്ലാം അനാഥമായി പോയേനെ ഈ സ്ത്രീയുടെ ഈ ഒരൊറ്റ ആക്ഷൻ കൊണ്ടിട്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുകയാണ്. കാരണമൊന്നുമല്ല, പുള്ളിക്ക് വേണ്ടത് ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ സീക്കിംഗ് തന്നെയാണ് അവർക്ക് വേണ്ടത്. അത് കറക്റ്റായിട്ട് അതിൽ എവിഡൻ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ജാൻ അപ്പോഴത്തേക്കും ഇത് കേട്ട് മടുത്തു എന്നുള്ള രീതിയിൽ ഭ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റയാട്ട്. രതീഷും തിരിച്ച് ഭ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ആട്ടാട്ടി. അപ്പൊ ഈ ഒരു ടൈമിൽ ഇങ്ങനെ മൂർച്ചയേറി ഇങ്ങനെ ഈ ഒരു യുദ്ധം നടക്കുന്ന ഒരു സമയത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ സിജോ അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു. സിജോ കാര്യത്തിൽ കയറി ഇടപെടുന്നു, സീൻ വഷളാക്കുന്നു. സീൻ ഇങ്ങനെ വഷളായി നിൽക്കുന്ന സമയത്ത് ജാൻ ആക്ച്വലി ഒരു ഇമോഷണൽ ട്രാക്ക് അങ്ങോട്ട് പിടിച്ചു. അപ്പോഴേക്കോ ഒരു സിമ്പതി ട്രാക്ക് പിടിച്ചുകൊണ്ടിട്ട് രതീഷും വന്നു. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാനേ അറിയൂ, എനിക്ക് വിവരമില്ലെങ്കിൽ എന്നെ പുറത്താക്കൂ, ബിഗ് ബോസ് എന്നെ പുറത്താക്കൂ, ഈ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഈ ജാൻമണീനെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ മറ്റൊരു ഗ്രൂപ്പ് വന്നിട്ട് ഇങ്ങനെ രതീഷിനോട് പോയിട്ട് നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ജാൻമണി ചെയ്തത് തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന ടോൺ വ്യത്യാസം വന്നു, നിങ്ങൾ അങ്ങനെ സൗണ്ട് എടുത്ത് സംസാരിക്കാം. ഇത് പറയുമ്പോഴത്തേക്കും രതീഷ് പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു. എല്ലാവരും വരുന്നവരോടൊക്കെ രതീഷ് പറയുന്നതാണ് നിങ്ങൾ വളച്ചൊടിക്കുന്നു. ഈ ഒരു സാധനമാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിഷാന
ഒരു അബദ്ധത്തിൽ ഒരു കാര്യം പറയണ്ടായി. നിഷാന പറഞ്ഞു എന്നെ ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോഴത്തേക്കും രതീഷ് വീണ്ടും ഈ കാര്യം എടുത്ത് പുറത്തിട്ടു. രതീഷ്, നിങ്ങളപ്പോൾ ഒരു കോമണർ അല്ലേ? കോമണർ അല്ല, ഇതിലെ സത്യാവസ്ഥ എന്താണ്? അപ്പൊ ബിഗ് ബോസ് വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നത്, അപ്പൊ നിങ്ങൾ കോമണർ അല്ല. നിഷാന അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, എൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ബിഗ് ബോസ് വിളിച്ചു, ബിഗ് ബോസ് വിളിക്കാതെ എങ്ങനെ എനിക്ക് വരാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിഷാന ചോദിക്കുന്നുണ്ട്. അപ്പോഴും രതീഷ് അല്ല അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലാസ്റ്റ് പിന്നെ അപ്സര വന്നിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ആ ഒരു സീൻ അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സീൻ വന്നിട്ട് ദ ക്രൂഷ്യൽ സീൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക്. ക്യാപ്റ്റൻസി ടാസ്കിന്റെ കാര്യം പറഞ്ഞ് അത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള രീതിയിൽ ടാസ്ക് തുടങ്ങി. പക്ഷേ സത്യത്തിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ ബിഗ് ബോസ് അവരെ ട്രോളുന്നുണ്ടായി, നിങ്ങളിത് എന്ത് ലജ്ജാവഹമായ ഒരു സിറ്റുവേഷനാണിത്, നിങ്ങളാരും ടാസ്ക് മനസ്സിലാക്കാതെയാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആദ്യത്തെ ഒരു ഗെയിമൊക്കെ ആയതുകൊണ്ട് ക്ഷമിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ശരിക്കും കാണാൻ പറ്റിയത് ഒരു പക്ക ഒരു ഗ്രൂപ്പ് ഗെയിം ഉണ്ടായിരുന്നു. സിജോയും റോക്കി അസീം തമ്മിലുള്ള ഒരു പക്ക ഗ്രൂപ്പ് ഗെയിം അതിൽ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കളിച്ച് വന്ന ലാസ്റ്റ് ആ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ശ്രീരേഖയും അർജുനും സിജോയും അസീം മാത്രമായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യായിരുന്നു വെച്ചാൽ സിജോയും അസീം കളക്ട് ചെയ്യുന്ന ബോൾസിന്റെ എണ്ണം വെച്ചിട്ടായിരുന്നു ക്യാപ്റ്റൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവർ കളക്ട് ചെയ്ത ഈ ഒരു ബോൾസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിൽ, അതായത് സിജോയുടെയും റോക്കിയുടെയും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് കളക്ട് ചെയ്ത് വെച്ചു. അവരൊരു ടീം വർക്ക് നടത്താൻ ഉദ്ദേശിക്കുകയായിരുന്നു. കാരണം അവർക്ക് വേണ്ടിയിരുന്നത് ആ ഒരു പവർ റൂമിന്റെ പവർ മാത്രമായിരുന്നു, ആ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ പവർ ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ ഒരു പവറിലൂടെ അവരെന്തൊക്കെയോ മുമ്പിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരുന്നു. കാരണം ശ്രീരേഖ കളക്ട് ചെയ്ത ബോളും അർജുൻ കളക്ട് ചെയ്ത ഒരു ബോൾസിന്റെയും കൂടെ ഒരുമിച്ച് ശ്രീരേഖയുടെ ബോൾസ് അർജുൻ കൊടുത്തിട്ട് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അർജുനാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. എണ്ണം നോക്കുമ്പോൾ അർജുന്റെ ബാസ്ക്കറ്റിലായിരുന്നു കൂടുതലായിട്ട് എണ്ണം ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പൊ എന്ത് സംഭവിച്ചു, പവർ റൂം ഒബ്വിയസ്ലി അർജുന്റെ കയ്യിൽ കിട്ടി. അർജുനായിരുന്നു ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് നമ്മുടെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം അർജുന് പവർ റൂം കിട്ടി. അപ്പോഴത്തേക്ക് അവിടെ കിച്ചൺ ടീമിനെയും ഈ പവർ റൂമിന്റെ ഉള്ളിൽ ക്യാപ്റ്റന് തീരുമാനിക്കാം വേറെ ആർക്കൊക്കെ താമസിക്കാം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഒബ്വിയസ്ലി ക്യാപ്റ്റൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഹെൽപ്പ് ചെയ്ത് ശ്രീരേഖയാണല്ലോ, അതിനുള്ള ഒരു നന്ദി സൂചകം എന്നുള്ള രീതിയിൽ ശ്രീരേഖയും കൂടാതെ കിച്ചൺ ടീമാണ് ആ ഒരു വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പുള്ളി കിച്ചൺ ടീമിനെയും കൂടെ ചേർത്തിട്ട് പവർ റൂമിലേക്ക് അഡാപ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ റൂംസിന്റെ ഡ്യൂട്ടീസ് കാര്യങ്ങൾ, ബാക്കിയുള്ളവരുടെ റൂംസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളതൊക്കെ ഡിവൈഡ് ആക്കി അർജുൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ മറ്റ് ചിലരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ വളിച്ചു പോകുന്നതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ സ്ഥിരമായിട്ടുള്ള ബിഗ് ബോസിന്റെ ആ ഒരു സംസാര ശൈലിയൊക്കെ മാറി ബിഗ് ബോസ് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് ആ ഒരു എയർപിടുത്തം മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒരു സംസാര ശൈലിയിൽ വ്യത്യാസം വന്നൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. മറ്റ് പല ഭാഷകളിലുള്ള ബിഗ് ബോസുകളിൽ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ടത്. പക്ഷേ മലയാളത്തിൽ ഈ ഒരു ശൈലി മാറ്റം ഇത്തവണ ആദ്യമാണെന്ന് തോന്നി എനിക്ക്. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന വലിയൊരു നാടകത്തിന് ശേഷം പിന്നെ ഉണ്ടായ ഒരു നാടകം എന്ന് പറയുന്നത് എലിമിനേഷൻ പ്രോസസ് ആയിരുന്നു. എലിമിനേഷൻ പ്രോസസ്സ് ആക്ച്വലി അതിൽ വലിയ കാര്യമായിട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഡേയിൽ തന്നെ എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റേതായ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും എലിമിനേഷൻ പ്രോസസ്സിന് ശേഷം 8 പേരെ സെലക്ട് ചെയ്തു. എലിമിനേറ്റഡ് ആയിട്ടുള്ള 8 പേരെ സെലക്ട് ചെയ്തു. 3 വോട്ടുകളോടുകൂടി ശരണ്യ, 5 വോട്ടിൽ നോറ, 5 വോട്ടിൽ സിജോ, 5 വോട്ട് കൊണ്ട് അൻസിബ, 6 വോട്ടിൽ ജിൻഡോ, 6 വോട്ടിൽ രതി, 6 വോട്ടിൽ സുരേഷ്. ദെൻ അതുകൂടാതെ റോക്കിനെ ഡയറക്റ്റ് ആയിട്ട് മറ്റേ നമ്മുടെ പവർ ടീം സെലക്ട് ചെയ്ത ഡയറക്റ്റ് എലിമിനേഷനിലേക്ക് പോകുന്ന ഒരാൾ റോക്കി ആയിരുന്നു. റോക്കിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. കൂടാതെ പുള്ളിയുടെ കമന്റിങ്ങും കാര്യങ്ങളും അത്ര ശരിയല്ല, സംസാരം ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിനെ അവിടെ ഈ ഒരു ഇതിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സീൻ കഴിഞ്ഞപ്പോഴത്തേക്കും ജിൻഡോ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കറക്റ്റായിട്ട് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ജിൻഡോ ആക്ച്വലി 6 വോട്ടുകളോടുകൂടി ജിൻഡോ എലിമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ജിൻഡോയുടെ ആ ഫ്രസ്ട്രേഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിന് ശേഷം ഒരു ഫുഡ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ യമുന റാണി അവിടെ എണീറ്റ് നിന്നിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് രാവിലെ ഇന്ന സമയത്ത് ഒരു ടൈമിൽ നമുക്ക് ചായ പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ജിൻഡോ എണീറ്റിട്ട് രാവിലെ ചായ ഉണ്ടാക്കി തരാം നിങ്ങളാണോ, വളരെ മോശമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ജിൻഡോ അവിടെ കിച്ചൺ ടീമിൻ്റെ ഫുഡ് മോശമാണ്, അത് മോശമാണ്, ഇത് മോശമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് കിച്ചൺ ടീം ഇതുവരെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയില്ല, ദെൻ വൈ യു സെയിങ് ദിസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും മറ്റേ ജിൻഡോ പറയുന്നത് ചായ രാവിലെ കിട്ടിയ ചായ മോശമാണ്, എനിക്ക് ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെ നല്ലൊരു ചായ കിട്ടിയില്ല, ഫുഡ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവരാരും കിച്ചൺ ടീമിൽ കയറണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സിജോ ഇങ്ങനെ പറയുന്നുണ്ടായി. ആ ഒരു ടൈമിൽ സിജോ വന്നിട്ട് വീണ്ടും മീൻ പിടിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സിജോ അതിൽ കലക്കവെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് വാരുന്നത് കറക്റ്റായിട്ട് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ വന്നിട്ട് കറക്റ്റായിട്ട് അപ്സര വന്ന് പോയിന്റുകൾ സംസാരിച്ചു, ഭയങ്കര നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തു. അപ്സര പറഞ്ഞു ഞങ്ങളാരും ഈ വീട്ടിൽ ആർക്കും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം എന്ന വാഗ്ദാനങ്ങളുമായിട്ട് വന്നവരല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യും, അതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ പറയണ്ടായി. പക്ഷെ ജിൻഡോ ചെയ്തത് ആക്ച്വലി ശരിക്കും ഒരു ഈ ഒരു ഇതിന് ശേഷമുള്ള എലിമിനേഷന് ശേഷമുള്ള ആ ഒരു ഇമോഷണൽ സംഭവം തന്നെയായിരുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് എവിഡൻ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും, ആ ബിഗ് ബോസ് ഹൗസിലെ 19 പേർക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്കും കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റുമായിരുന്നു. ജിൻഡോയുടെ ഈ ഒരു ഇമോഷണൽ ട്രാക്കിന് ശേഷം അടുത്തതായിട്ട് വേദി പങ്കിട്ടത് നോറയാണ്. നോറ വന്നിട്ട് പറഞ്ഞത് നോറയ്ക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആ ഒരു വീട്ടിലുണ്ടായി എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ഓർത്ത് എല്ലാവരും പരസ്പരം മുഖം നോക്കി നിന്ന സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, എൻ്റെയും ജാസ്മിൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെയും ഇൻട്രാക്ഷനെയും ഇവിടെ ഒരു ടീം വർക്കായിട്ട് പിന്നെ കാണിക്കുകയാണ്, അത് അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാണ്, ഞാൻ ആരുടെയും വാലല്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞ് പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വല്ലാണ്ട് ഇമോഷണലായി പുള്ളിക്കാരി പോയിട്ടുണ്ടായിരുന്നു. നോറ നന്നായിട്ട് കരയുണ്ടായി, എല്ലാവരും അപ്പോഴത്തേക്കും വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ ആദ്യം മുതൽ ഒച്ചയെടുത്ത് വന്നിരുന്ന രതീഷിൻ്റെ സൗണ്ടൊക്കെ പോയി ലാസ്റ്റ് സൗണ്ട് ഇല്ലാതെയാണ് രതീഷ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ജാൻമണി വന്നിട്ട് എല്ലാം മറന്ന് ആ ഒരു രാവിലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മറന്നിട്ട് വന്നിട്ട് രതീഷിനോട് കൂളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രതീഷ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു നന്മ നിറഞ്ഞ സീനോട് കൂടിയിട്ട് എപ്പിസോഡ് നമ്പർ 1 ശുഭം അതായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പിസോഡ് നമ്പർ 1 അത്യാവശ്യം നല്ല കണ്ടന്റ്സ് ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആരും ഫസ്റ്റ് ഡേ ആണല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ പുറകോട്ട് മാറി നിൽക്കുന്നില്ല. പിന്നെയും കുറച്ചും കൂടെ ഒരു ഇതായിട്ട് നിന്നത് ഈ പറഞ്ഞ പോലെ ശ്രീരേഖ ഒക്കെ ആയിരുന്നു നിന്നിട്ടുണ്ട്. പക്ഷേ ശ്രീരേഖ ക്യാപ്റ്റൻസി ടാസ്കിൽ അവരുടേതായിട്ടുള്ള മാക്സിമം ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള അടികളും പിടികളും കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് ഫീൽ ചെയ്യുന്നു. പക്ഷെ ഫസ്റ്റിൽ ഈ ലോഞ്ചിങ് എപ്പിസോഡിൽ അധികം ആളുകൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഇവരാരും സ്ട്രോങ് ആണെന്നോ ഒരു നല്ലൊരു ടീമാണെന്നോ ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിയുമ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും കളിച്ചു തുടങ്ങിയിരിക്കുന്നു. ആരും വെയിറ്റ് ചെയ്യുന്നില്ല, 2ാമത്തെ ദിവസമാവട്ടെ 3ാമത്തെ ദിവസമാവട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും വെയിറ്റ് ചെയ്യാൻ ആരും റെഡിയല്ല. ഫസ്റ്റ് ഡേ മുതൽ തന്നെ എല്ലാവരും തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള ബാക്കി 99 ദിവസത്തെ വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ബൈ.